പ്രിയ ഗായകൻ പി ജയചന്ദ്രന് വിട നൽകാൻ മലയാളക്കര. മൃതദേഹം പറവൂർ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എസ് വിജയകുമാർ തന്നെ ചേരുന്നുണ്ട് അവിടെ നിന്ന്. വിജയകുമാർ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? സ്മിത, സംസ്കാര ചടങ്ങുകൾ അതിന്റെ പ്രാരംഭ നടപടികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ഈ മതപരമായ ചടങ്ങുകൾ അവിടെ വീടിനുള്ളിൽ പുരോഗമിക്കുകയാണ്. അത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം അത് ഈ പുറത്തേക്ക് മൃതദേഹം കൊണ്ടുവരും, വീടിന് പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ വീടിനകത്ത് നടന്ന് അവസാനിച്ചത് തികച്ചും സ്വകാര്യമായ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത, പുരോഹിതന്മാർ മാത്രം പങ്കെടുത്ത മതപരമായ ചടങ്ങാണ്. അത് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പാണ്. അതിന്റെ കുടുംബാംഗങ്ങളൊക്കെ അതിനുവേണ്ടി അവിടെ തയ്യാറെടുക്കുകയാണ്. ആളുകൾക്കിടയിലൂടെ അല്പസമയത്തിനകം മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുവരും. കർമ്മങ്ങൾ, മതപരമായ അതിന്റെ കർമ്മങ്ങളൊക്കെ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. അന്തിമോപചാരം അർപ്പിക്കാൻ അല്ലെങ്കിൽ ഔദ്യോഗിക ബഹുമതി നൽകാൻ പോലീസ് ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 3:30 സംസ്കാര ചടങ്ങുകൾ നടത്താനായിരുന്നു തീരുമാനിച്ചത്. അത് നേരത്തെയാക്കി. ഏതാണ്ട് 1 മണിക്കും 1:30 ഇടയിലേക്ക് ഇപ്പോൾ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായി മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ആ മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുവരും. അവിടെ വീടിനകത്ത് ഏതാണ്ട് തികച്ചും സ്വകാര്യമായ ചടങ്ങുകളായിരുന്നു ഏതാണ്ട് കഴിഞ്ഞ 1 മണിക്കൂറിലേറെ സമയമായി നടന്നത്. അത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വീടിനകത്തുണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മൃതദേഹം അല്പസമയത്തിനകം കൊണ്ടുവരും. അതിന് വഴിയൊരുക്കണമെന്ന് ഇവിടെ കൂടി നിന്ന നാട്ടുകാരോട് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചേന്നമംഗലം പാലിയം പറവൂർ മേഖലയിലെ അദ്ദേഹത്തെ കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ വീട്ടിലേക്ക് രാവിലെ മുതൽ എത്തിയിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും ഈ വീടിന്റെ പരിസരത്ത് തുടരുകയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായാൽ മാത്രമേ അവർ മടങ്ങൂ എന്ന മട്ടിൽ തന്നെയാണ് അവരൊക്കെ ഈ വീടിന്റെ പരിസരത്ത് തുടരുന്നത്. കൊണ്ട് ജനനിബിഡമാണ് ഈ വീടിന്റെ, പാലിയം എന്ന് പറയുന്ന ആ വീടിന്റെ, തറവാടിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ. മുഴുവൻ ആളുകളും അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ജനപ്രതിനിധികളുണ്ട്. നേരത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ബഹുമതികളൊക്കെ നൽകിയിരുന്നു. ഇനി പോലീസിന്റെ ഔദ്യോഗിക ബഹുമതി നൽകുക എന്ന ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. അത് അല്പസമയത്തിനകം അത് നടക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ ചിതയൊരുക്കിയിട്ടുണ്ട്. അവിടേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി, അന്ത്യ ചടങ്ങുകൾക്കായി കൊണ്ടുവരും. ഇനി കുറച്ച് ചടങ്ങുകൾ ഇവിടെ നമ്മൾ ഈ ചിതയുടെ സമീപത്ത് ബാക്കിയുണ്ട്. മതപരമായ ചടങ്ങുകൾ ബാക്കിയുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയിട്ടാണ് അതിന് ചിതയ്ക്ക് തീ കൊളുത്തുക. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് പാലിയത്ത്, ഈ തറവാട്ട് വളപ്പിൽ അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന്റെ മറ്റു ബന്ധുക്കളൊക്കെ അതേ മണ്ണിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക്, വീടിനകത്തു നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവസാന വിശ്രമം പാലിയത്ത് തറവാട്ടിലെ പിതൃസ്മൃതി അവിടെയാണ് ഉണ്ടാവുക. കുടുംബത്തിലെ എല്ലാവരും തന്നെ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അങ്ങോട്ടേക്ക് കുടുംബാംഗങ്ങൾ ചടങ്ങുകൾക്ക് ശേഷം ഭാവഗായകൻ്റെ ഭൗതിക ശരീരം അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു നോക്ക് കാണാനായി ഒരുപാട് പേർ അവിടെയും ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. വിജയകുമാർ, തുടർന്നോളൂ. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാടുമായി വലിയ അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു പൊക്കിൾക്കൊടി ബന്ധം ഈ നാടുമായി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പല പ്രധാനപ്പെട്ട സമയത്തും ഈ നാടുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട സമയത്തും അദ്ദേഹം ഏതാണ്ട് മുഴുവൻ സമയവും ഈ പരിസരത്തും ഈ നാട്ടിലും ഈ വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. ഉത്സവങ്ങൾ, അതുപോലെ തന്നെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2-3 ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഈ പാലിയം വീടിന് സമീപത്തുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ ഉത്സവാഘോഷ ചടങ്ങുകളിലൊക്കെ അദ്ദേഹം ഒരു അതിഥി എന്ന മട്ടിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സംഘാടകൻ എന്ന നിലയിൽ ഒക്കെ തന്നെ അദ്ദേഹം അതിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ നാട്ടിൽ അത്രത്തോളം പ്രിയപ്പെട്ട ഒരാൾ ആയിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഹൈബി ഈഡൻ എം പി, പ്രേംകുമാർ, ചലച്ചിത്ര അക്കാദമി പ്രതിനിധി പ്രേംകുമാർ ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം പറഞ്ഞത് ഒരു ഉചിതമായ
സ്മാരകം ഈ നാട്ടിൽ ഭാവഗായകന് വേണ്ടി ഉണ്ടാകും എന്നാണ്. അത് 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 ഒരു വെറും വാക്കല്ല. കാരണം അദ്ദേഹം ഈ നാടുമായി അത്രത്തോളം ബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്മാരകം ഈ നാട്ടിൽ തന്നെ ഉയരും. അത് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇവിടുത്തെ MLA. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇതാ ചിതയിലേക്ക് വെക്കുകയാണ്, ചിതയിലേക്ക് എത്തിക്കുകയാണ്. ബന്ധുക്കളൊക്കെ ചേർന്ന് എത്തിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ അത് അല്പസമയത്തിനകം ഉണ്ടാകും. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു മണ്ണിന്റെ മകൻ എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഒരാൾ തന്നെയാണ് ഭാവഗായകനായ ജയചന്ദ്രൻ. തന്നെയുമല്ല, ഇത് പാലിയത്തിന്റെ പറവൂരിന്റെ അല്ലെങ്കിൽ തൃശ്ശൂരിന്റെയോ മാത്രം സങ്കടമല്ല, ഇത് മലയാളികളുടെ ആകെ സങ്കടമാണ്. കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി ജയചന്ദ്രനെ പറ്റിയാണ് കേരളം അല്ലെങ്കിൽ മലയാളികൾ ലോകമാകെ സംസാരിക്കുന്ന. അദ്ദേഹത്തിന്റെ പാട്ടുകളാണ്. ഇന്നലെയൊക്കെ മുഴുവൻ സമയവും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൊണ്ട് കേരളം മുഖരിതമായിരുന്നു. കാരണം ഇന്നലെ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സംഗീത നാടക അക്കാദമിയിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളായിരുന്നു അവിടെ പൊതുദർശനത്തിന് അകമ്പടിയായി അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പാടിയ പ്രശസ്തമായ ഗാനങ്ങളാണ് അവിടെ തുടർച്ചയായി അവിടെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം അവിടെ ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചത് ആ പാട്ടിന്റെ അകമ്പടിയിലാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളാൽ മുഖരിതമായ അന്തരീക്ഷമായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പാട്ടുകൾ മലയാളി വീണ്ടും വീണ്ടും പാടുകയും ഓർമ്മിക്കുകയും പാടിക്കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന മണിക്കൂറുകളായിരുന്നു കടന്നുപോയത്. അങ്ങനെ ആ ഗായകനുമായി എത്ര ഹൃദയബന്ധം മലയാളിക്ക് ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു നിത്യ സ്മാരകമായി കൂടി ഈ ദിവസങ്ങളിലെ ഈ മണിക്കൂറുകൾ മാറുകയാണ് എന്ന് നമ്മൾ കാണുകയും ചെയ്തു. അദ്ദേഹം ഹൃദയം കൊണ്ട് അദ്ദേഹത്തെ കേട്ട ആളുകളാണ് അദ്ദേഹത്തിന്റെ സംഗീത ആരാധകർ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കാതുകൾ കൊണ്ടല്ല നമ്മൾ കേട്ടത്, നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കുകയും ഹൃദയത്തിൽ സ്വാംശീകരിക്കുകയും ചെയ്ത പാട്ടുകളാണ്. അതുകൊണ്ടാണ് കാലാതിവർത്തിയാണ് ആ പാട്ടുകൾ എന്ന് പറയുന്നത്. ഏതാണ്ട് 6 പതിറ്റാണ്ടുകളായി അദ്ദേഹം നമ്മളുടെ സംഗീത സബരി അദ്ദേഹത്തിന്റെ തുടരുകയാണ്. അദ്ദേഹം 70കളുടെ പകുതിയിലും അവസാനവും ഒക്കെ പാടിയ പാട്ടുകൾ നിത്യഹരിതമായി നമ്മൾ ഇന്നും മൂളിക്കൊണ്ട് നടക്കുന്നത്, നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പാടി കേൾക്കുന്നത് ആ പാട്ടുകൾ അത്രമേൽ ഹൃദ്യമായതുകൊണ്ടും ആ ശബ്ദം നമ്മളെ എത്രത്തോളം ആകർഷിച്ചു എന്നതുകൊണ്ടും തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാവം, പാട്ടുകളിലെ ഭാവം എന്നത് എത്രത്തോളം നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയിട്ടുണ്ട്, അതിനെത്ര വശ്യമായ ഭംഗിയുണ്ടായിരുന്നു എന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ഓർക്കുകയായിരുന്നു. അതിന്റെ മുഴുവൻ സൗന്ദര്യത്തോടും കൂടി നമ്മൾ എത്രയോ കാലങ്ങളായി ആ പാട്ട് കേൾക്കുകയായിരുന്നു, അത് അനുഭവിക്കുകയായിരുന്നു. കേൾവി എന്നതിനപ്പുറത്തേക്ക് അത് ഒരുതരം അനുഭവമായിരുന്നു ആ പാട്ടുകൾ. അത്തരം അനുഭവവേദ്യമാകുന്ന പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ജയേട്ടൻ എന്നെല്ലാവരും വിളിക്കുന്ന ജയചന്ദ്രൻ ഇതാ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. നാടൊന്നാകെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. മലയാളത്തെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികൾ, മലയാളികൾ അദ്ദേഹത്തിന് വിട നൽകുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അന്ത്യകർമ്മങ്ങളിൽ അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അവിടെ ആ ചടങ്ങുകൾ ഇനിയും പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ദിവസങ്ങൾ ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് എത്ര ഹൃദയഭേദകമായിരുന്നുവെന്ന് നമുക്ക് അറിയാം. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ചികിത്സയിലായിരുന്നു. പലപ്പോഴും അത്തരം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മരണം ഒരു തരത്തിൽ ആകസ്മികമായിരുന്നു. അദ്ദേഹത്തിന് 80 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടമായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പിരിയും എന്നാരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആകസ്മികമാണ് എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാൻ കഴിയും. അതുകൊണ്ട് ആ മരണ വാർത്ത, അതിന്റെ ഞെട്ടലിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാട് മോചിതമായിരുന്നില്ല. പൂങ്കുന്നം, ഇന്നലെ നമ്മൾ പകൽ പൂങ്കുന്നം അവിടെ തൃശ്ശൂർ പൂങ്കുന്നത്തുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തെ കാണാനായി ആ നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷവും ആ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഒരു നല്ല അയൽക്കാരൻ, ഒരു നല്ല നാട്ടുകാരൻ, അതായിരുന്നു അവരെ സംബന്ധിച്ച് ഭാവഗായകനായ ജയചന്ദ്രൻ. അവരെ കാണുക, അദ്ദേഹം പ്രഭാത നടത്തത്തിനൊക്കെ പോകുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തോടൊപ്പമുള്ളവർക്ക് പലർക്കും രാവിലെ അദ്ദേഹത്തിന്റെ മനോഹരമായ പാട്ടുകൾ കൂടി കേൾക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. കാരണം അദ്ദേഹം അങ്ങനെ നടക്കുന്ന മട്ടിലൊക്കെ ചില സമയത്ത് അദ്ദേഹം പാട്ടുകളൊക്കെ പാടുമായിരുന്നു. അദ്ദേഹത്തിന് പാട്ടാണ് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിലെ മുഖ്യ വിഷയം. പാട്ടിനപ്പുറം, പാട്ടിൽ തുടങ്ങി പാട്ടിൽ ഒടുങ്ങുകയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സ്വകാര്യ അല്ലെങ്കിൽ സൗഹൃദ സദസ്സുകളും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതിനപ്പുറം മറ്റൊരു ലോകം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ
ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവനുമായ BK ഹരിനാരായണനെ നമ്മൾ ഇന്നലെ തൃശ്ശൂരിൽ വെച്ച് കണ്ടിരുന്നു. ഹരി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. ഹരി ഈ മരണം നടക്കുന്ന ഉച്ചയ്ക്ക് 2 മണിക്ക് ജയേട്ടനെ വീട്ടിൽ പോയി കണ്ടതാണ്. കാണണം എന്നാവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ആ വീട്ടിൽ പോയിരുന്നു, കണ്ടു, സംസാരിച്ചു. ആ ഘട്ടത്തിലും എന്നാണ് അദ്ദേഹം വർക്കിനെ പറ്റിയായിരുന്നു ജയേന്ദ്രൻ അവസാനമായും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരോട്, ഇപ്പോൾ ഹരിയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, ഹരിയോട് പറഞ്ഞിരുന്നത് വർക്കിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യും, അത്തരം കാര്യങ്ങളാണ്. അദ്ദേഹം അതിന് കർമ്മനിരതമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകൾ പോലും എന്ന് നമുക്ക് ആശ്വാസത്തോടെ പറയാൻ കഴിയും. അത് പാട്ട് പാടുക, പാട്ടിനെ കുറിച്ച് പറയുക, ഇതൊന്നുമല്ലാത്ത മറ്റൊരു ജീവിതം, മറ്റൊരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകളിലും കണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ പലരും ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നവരോട് അദ്ദേഹം അടുത്ത പരിപാടിയെ പറ്റി, അടുത്ത പ്രോജക്റ്റിനെ പറ്റിയും, അടുത്ത എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നതിനെ പറ്റി, അടുത്ത ഒരു പാട്ട് പാടുന്നതിനെ പറ്റി, സ്റ്റേജിൽ അടുത്ത പാടാൻ തീരുമാനിച്ച പാട്ടിനെ പറ്റിയൊക്കെയാണ് അദ്ദേഹം എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകൾ പോലും കർമ്മനിരതമായിരുന്നു. അങ്ങനെ കർമ്മനിരതമായ ഒരു ജീവിതം ആണ് അദ്ദേഹം നമ്മളുടെ മുന്നിൽ, അവസാന മണിക്കൂറുകൾ പോലും അതിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് എന്നത് വളരെ അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. സ്മിത, യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം ഒരു ശരാശരി മലയാളിക്ക് ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ജയചന്ദ്രൻ എന്ന ഗായകന് അപ്പുറത്തേക്ക് ജയചന്ദ്രന്റെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം 81 പുഷ്പാഞ്ജലി എന്ന അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ കാസറ്റ് പുറത്തിറങ്ങുന്നത് ഭക്തിഗാനമായിരുന്നു. അപ്പോൾ നെയ്യാറ്റിൻകര വാഴും കണ്ണ എന്നൊക്കെയുള്ള വളരെ പ്രശസ്തമായ ആ ഭക്തിഗാനങ്ങളൊക്കെ ആ കാസറ്റിലാണുള്ളത്. അതിലെ മുഴുവൻ പാട്ടുകളും ഓരോ ദേവതകളെ സ്മരിക്കുന്ന, സ്തുതിക്കുന്ന മുഴുവൻ പാട്ടുകളും അതൊക്കെ നിത്യഹരിതം. ഇപ്പൊ 81 44 വർഷമാകുന്നു, 4 പതിറ്റാണ്ടാകുന്നു ആ കാസറ്റ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെ അന്നു മുതൽ ആ പാട്ടുകൾ ജീവിതത്തിൽ എല്ലാ ദിവസവും കേൾക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. അതുപോലെ അദ്ദേഹത്തിന് നിത്യഹരിത അല്ലെങ്കിൽ നിത്യസുന്ദരമായ ഭാവഗാനങ്ങൾ അത് നമ്മൾ റേഡിയോയിലോ ടെലിവിഷനിലോ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹ മാധ്യമങ്ങളിലോ ഒക്കെ കാണുകയും അത് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാത്ത ദിവസങ്ങൾ നമ്മളുടെ ജീവിതത്തിലില്ല. ഒരു 2ാം വരവിന് ശേഷം അദ്ദേഹം പാടിയ മുഴുവൻ പാട്ടുകളും, എന്ന് വെച്ചാൽ നിറം എന്ന സിനിമ ഇറങ്ങി വിദ്യാസാഗർ അദ്ദേഹത്തിന് കൊടുത്ത 2ാമത്തെ അവസരം, അതിനുശേഷം അദ്ദേഹം പാടിയ പാട്ടുകൾക്ക് അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെയൊക്കെ അദ്ദേഹം തോൽപ്പിച്ച് ഓടിക്കുന്നതായിരുന്നു ആ പാട്ടുകൾ മുഴുവൻ. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യം മുഴുവൻ ആവാഹിച്ച പാട്ടുകൾ അദ്ദേഹം ഈ പറയുന്ന നിറം എന്ന ചിത്രത്തിന് ശേഷം ഒരു 2ാം വരവിന് ശേഷം മലയാളിക്ക് സമ്മാനിച്ചു. ആ പാട്ടുകളിൽ ഒരെണ്ണം പോലും നമുക്ക് നമ്മുടെ കേൾവിശീലത്തിന്റെ ഭാഗമായി ആ പാട്ടുകൾ മുഴുവൻ എന്ന് നമുക്ക് ഒരു തർക്കവുമില്ലാതെ പറയാൻ കഴിയും. അങ്ങനെ അത്രയും മനോഹരമായി അദ്ദേഹത്തിന് ഇപ്പോൾ നിറം എന്ന ചിത്രത്തിലൊക്കെ അദ്ദേഹം ആ ഗാനം ആലപിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാകും നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരു 55-60 വയസ്സൊക്കെ കാണും, അല്ലെങ്കിൽ ഒരു 60 വയസ്സൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് ആ സമയം പ്രായം. ആ സമയത്ത് അദ്ദേഹം പാടിയ പ്രായം നമ്മിൽ മോഹം നൽകി എന്നൊക്കെയുള്ള പാട്ടുകൾ ഒരു 20കാരന്റെ ശബ്ദ സൗമാര്യത്തോടെയാണ് അദ്ദേഹം പാടിയത്. അത്ര മനോഹരമായ ആ പാട്ടിൽ ആ സിനിമയ്ക്ക് വേണ്ടുന്ന തരത്തിൽ ആ പാട്ട് അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് എത്രയോ സിനിമകൾ അദ്ദേഹത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ നമ്മൾ ആ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ആ പാട്ടുകൾക്ക് മുഴുവൻ അതിന്റെ ഭാവം മുഴുവൻ ആവാഹിച്ച പാട്ടുകളായിരുന്നു അവ എന്നതിൽ കേൾവിക്കാരന്, ആസ്വാദകരെ സംബന്ധിച്ചൊരു തർക്കവും ഉണ്ടായിരുന്നില്ല.